ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് എന്ന പേപ്പറിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 7th ചോദ്യമാണ് ഫോറസ്റ്റ് ആൻഡ് ഫോറസ്ട്രി ഇൻ പ്രീ കൊളോണിയൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രീ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന കാലഘട്ടം. അപ്പം ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ കൽക്കട്ടയിൽ മറ്റുമൊക്കെ ആരംഭിച്ചതിനെ കുറിച്ച്, മദ്രാസിലൊക്കെ ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ അതിൻ്റെ ഡയറക്ടറായിട്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റ വില്യം റോക്സ്ബർഗിനെ കുറിച്ച് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് നടപ്പിലാക്കിയ ചില കാര്യങ്ങളെ, പരിഷ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു. 800ഓളം മരങ്ങളുടെ സ്പീഷീസുകൾ, അതുപോലെ തന്നെ 2200ഓളം ചെടികളുടെ സ്പീഷീസുകൾ അദ്ദേഹം പുതിയതായിട്ട് ആ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു. അധികം വൈകാതെ പലതരത്തിലുള്ള കാരണങ്ങളാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള തടിവെട്ടിന്റെ ആവശ്യം വൻതോതിൽ കൂടിയതുകൊണ്ട് ഇത് വൻതോതിൽ പുതിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി. ലോഗിങ് വാസ് എക്സ്റ്റെൻഡഡ് ടു ഈവൻ ദോസ് ഏരിയാസ് ദാറ്റ് വെർ നോട്ട് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അല്ലാത്ത പ്രദേശങ്ങളിൽ കൂടി തടിവെട്ട് അഥവാ ലോഗിങ് അത് വിപുലീകരിച്ചു എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ നിർത്തിയത്. ഇനി തുടർന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതാണ്: ബ്രിട്ടീഷ് ടെറിറ്റോറിയൽ, സെയിം ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ബ്രിട്ടീഷ് ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ ഇൻ നോർത്ത് വെസ്റ്റ് ആൻഡ് പഞ്ചാബ്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും പഞ്ചാബിലും. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം പാകിസ്ഥാനിലേക്കുള്ള ആ ഒരു ഭാഗമാണ്. ഓൾസോ ലെഡ് ടു ഇൻക്രീസ്ഡ് ഡിഫോറസ്റ്റ്. അവിടെയും ബ്രിട്ടൻ പിടിച്ച് ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അത് കൂടുതൽ വനങ്ങൾ വെട്ടിത്തെളിക്കുന്നതിന് ഡീഫോറസ്റ്റേഷന് കാരണമായി. ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ബ്രിട്ടീഷ് കന്റോൺമെന്റ്സ്, ബ്രിട്ടീഷുകാരുടെ പുതിയ കന്റോൺമെന്റുകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവയുടെ നിർമ്മിതിക്ക് വനങ്ങൾ വേണ്ടി വന്നു. നീഡഡ് വുഡ് ഫോർ ഫ്യൂവൽ ആൻഡ് ടിമ്പർ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷന് ടിമ്പർ, തടി വേണ്ടി വന്നു. തീ കത്തിക്കാനായിട്ടും പാചകത്തിനുമായി ഇന്ധനമായിട്ട് പല കാര്യങ്ങൾക്ക് മരങ്ങൾ വേണ്ടി വന്നു. വിച്ച് ലെഡ് ടു റിഡക്ഷൻ ഓഫ് ട്രീസ്, അത് മരങ്ങളുടെ കുറവിന് കാരണമായി എന്നാണ് പറയാം. കോൺസിക്വന്റ്ലി ഇതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? ബൈ 1850s 1850കളിൽ അക്യൂട്ട് സ്കേഴ്സിറ്റി ഫോർ വുഡ് വാസ് ഫെൽറ്റ്. മരങ്ങൾക്ക് വലിയ കടുത്ത അപര്യാപ്ത ദൗർലഭ്യം നേരിട്ടു എന്നാണ് പറയാം. നൗ അതോറിറ്റീസ് ഇൻ പഞ്ചാബ് ഡിസൈഡഡ്. അങ്ങനെ വന്നപ്പോൾ പഞ്ചാബിലെ അധികാരികൾ, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ കഥയാണ് പറയുന്നത്, അങ്ങോട്ടേക്ക് ബ്രിട്ടൻ ആധിപത്യം സ്ഥാപിച്ച് പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് മരങ്ങളുടെ പുതിയ കന്റോൺമെന്റുകൾ, ബ്രിട്ടീഷ് കന്റോൺമെന്റുകൾ തുടങ്ങിയപ്പോൾ അവയുടെ നിർമ്മിതിക്കും അവിടുത്തെ ഉപയോഗത്തിനുള്ള ഇന്ധനത്തിനും ഒക്കെ വേണ്ടി കൂടുതൽ മരങ്ങൾ വെട്ടിത്തെളിക്കേണ്ടി വന്നു. ഇപ്പോൾ അധികാരികൾ തീരുമാനിച്ചു പഞ്ചാബ് ടു റെഗുലേറ്റ് ആക്സസ് ടു ഡിയോഡർ ഓർ സെഡർ ഫോറസ്റ്റ്. അതായത് ദേവദാരു വൃക്ഷത്തെയാണ് ഡിയോഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെഡർ എന്ന ആപ്പിൾ മരങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു നിയമം, അതിൻ്റെയൊക്കെ വെട്ടലും മറ്റു കാര്യങ്ങളും ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയന്ത്രിക്കുന്നതിന് ഒരു നിയമം വേണമെന്ന്. അങ്ങനെ ഫോറസ്റ്റ് ഗാർഡ്സ് വെർ ഓൾസോ അപ്പോയിന്റഡ് ടു പ്രിസർവ്. ഇത്തരത്തിലുള്ള ഇല്ലീഗലായ, നിയമവിരുദ്ധമായ വനം വെട്ടി തെളിക്കുന്നതിനെ തടയാനും അവയെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് വനപാലകരായിട്ടുള്ള ഫോറസ്റ്റ് ഗാർഡുകളെയും അവർ അപ്പോയിന്റ് ചെയ്തു. കൾട്ടിവേഷൻ, കാറ്റിൽ ഗ്രേസിംഗ് ആൻഡ് ലൈറ്റനിങ് ഫയേഴ്സ്. എന്താണ്? കൾട്ടിവേഷന് വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടി വനം വെട്ടിത്തെളിക്കുന്നതിനെ നിയന്ത്രിക്കണം, കന്നുകാലി മേച്ചിലിനെ നിയന്ത്രിക്കണം, അതുപോലെ തന്നെ ഇടിമിന്നലിൽ കാട് തീപിടിക്കുന്ന ഏർപ്പാടുണ്ട്, അതിനെ നിയന്ത്രിക്കണം. ഇതിനൊക്കെ വേണ്ടി വനപാലകരെയും അവർ ഏർപ്പാടാക്കി. ട്രേഡിംഗ് ഗുഡ്സ് ഓൾസോ റിക്വയർഡ് വുഡ് ഫോർ ബീയിങ് പാക്ഡ് ആൻഡ് പാഴ്സൽഡ് ടു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻസ്. പലപ്പോഴും കച്ചവട ചരക്കുകൾക്ക് വേണ്ടിയിട്ട് അവയുടെ പാക്കിങ്ങിനും പാഴ്സലിങ്ങിനും ഇന്റർനാഷണൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനുകളിൽ കപ്പലിൽ കയറ്റി പോകുന്നതിന് മുമ്പ് മരങ്ങളുടെ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പാക്ക് ചെയ്ത് വിടുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയും മരങ്ങൾ വേണ്ടി വന്നു. വൺ ഓഫ് ദോസ് ഗുഡ്സ് വാസ് ഒപ്പിയം. അങ്ങനെ കച്ചവടം ചെയ്തിരുന്ന പല ചരക്കുകളുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം കറുപ്പ എന്ന മയക്കുമരുന്നായിരുന്നു, ഒപ്പിയം, വിച്ച് വാസ് ട്രേഡഡ് ഓപ്പൺലി ഇൻ 18th century ആൻഡ് ഏർലി 19th century. 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലും ഒരു തടസ്സങ്ങളില്ലാതെ നിർബാധം തുറന്ന ചന്തയിൽ കച്ചവടം ചെയ്തിരുന്ന ഒരു കച്ചവട ചരക്കായിരുന്നു ഓപ്പിയം എന്ന് അറിയുക. ബിഫോർ ബിക്കമിങ് ഇല്ലീഗലൈസ്ഡ്, അത് പിന്നീട് ബീയിങ് ഇല്ലീഗലൈസ്ഡ് ഈവൻ ആഫ്റ്റർ കമ്പനീസ് ട്രേഡിംഗ് മൊണോപ്പൊളി എൻഡഡ്. കമ്പനിക്ക് ഇതിന്മേലുള്ള കുത്തക കച്ചവടാധികാരം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അത് നിയമവിരുദ്ധമായി കറുപ്പിന്റെ കച്ചവടം മാറി. റീച്ച്ഡ് ചൈന ത്രൂ പ്രൈവറ്റ് ട്രേഡേഴ്സ്. ചൈനയില് പ്രൈവറ്റ് ഇടപാടുകാര് കറുപ്പ് എത്തിക്കുന്നതിന് മുമ്പേ തന്നെ. ഓപ്പിയം ട്രേഡ് റിക്വയർഡ് മില്യൺസ് ഓഫ് വുഡൻ ചെസ്
ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഒപ്പിയം കച്ചവടത്തിൽ ലക്ഷക്കണക്കിന് മരത്തടി കൊണ്ടുള്ള പെട്ടികൾ ആവശ്യമായി വന്നു. എന്നിട്ട് വേണം അത് കപ്പലിൽ കയറ്റി ഗതാഗതത്തിന് കൊണ്ടുപോകാൻ. ഇഫക്ട്സ് ഓഫ് മോഡേൺ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വേർ സീൻ ഓൺ കോളനീസ്. അപ്പോൾ ഇന്നത്തെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഫലങ്ങള് കോളനികളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. വിച്ച് ബിക്കെയിം ന്യൂ ടൂൾസ് ഓഫ് കൊളോണിയൽ എക്സ്പാൻഷൻ. അതൊക്കെ കോളനി വികസനത്തിന്റെ പുതിയ ഉപാധികളായി മാറി. അഡ്വെന്റ് ഓഫ് റെയിൽവേസ്. റെയിൽവേയുടെ വികാസം ഇൻ മിഡിൽ ഓഫ് 19th സെഞ്ചുറി ഇൻ ഇന്ത്യ. 19ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ 1850 ആവുമ്പോഴേക്ക് ഇന്ത്യയിൽ റെയിൽവേ വികസിച്ചു എന്നുള്ളതാണ്. ഇൻക്രീസ്ഡ് പ്രഷർ ഓൺ ഇന്ത്യാസ് ഫോറസ്റ്റ്. അത് ഇന്ത്യയുടെ വനങ്ങളുടെ മേലാണ് വലിയ പ്രഷർ ചെലുത്തിയത്. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഫ്രം ബോംബെ ടു താനെ. നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെയിൽ നിന്ന് താനെ വരെയാണ് 1853 ആരംഭിച്ചത്. വിച്ച് വാസ് ബിൽറ്റ് ഇൻ 1853. വിച്ച് വാസ് എ മൈൽ ലോങ് ബ്രോഡ് ഗേജ് ട്രാക്ക്. 1 മൈൽ നീളമുള്ള ബ്രോഡ് ഗേജ് ട്രാക്ക് ആയിരുന്നു എന്ന് നമുക്കറിയാം. ഇറ്റ് റിക്വയർഡ് അറൌണ്ട് 2000 സ്ലീപ്പേഴ്സ്. അപ്പൊ റെയിൽവേ ഇരുമ്പ് പാളത്തിന്റെ അടിയിൽ ഇട്ടുകൊടുക്കുന്ന സീറ്റിങ്ങിന് ഇട്ടുകൊടുക്കുന്ന സ്ലീപ്പർ പലകകൾ മരം കൊണ്ടുള്ളതാണ്. അപ്പൊ അതിന് 2000ഓളം സ്ലീപ്പറുകൾ ആവശ്യമായി വന്നു. ഇറ്റ് ക്യാൻ ബി ഇമാജിൻഡ് ദെൻ ഹൗ മെനി സ്ലീപ്പേഴ്സ് വർ റിക്വയർഡ് ഇൻ സബ്സിക്വന്റ് എക്സ്പാൻഷൻ ഓഫ് റെയിൽവേസ്. അപ്പോൾ ആ വെറും 1 മൈൽ ദൂരമുള്ള റെയിൽവേ ലൈനിന് 2000 സ്ലീപ്പർ വേണ്ടി വന്നെങ്കിൽ പിന്നെ തുടർന്ന് അങ്ങോട്ട് റെയിൽവേ വികസനത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്ര സ്ലീപ്പറുകൾ മരത്തടി കൊണ്ട് വേണ്ടി വന്നിരുന്നു എന്ന് ചിന്തിക്കണം. അക്കോർഡിംഗ് ടു ആൻ എസ്റ്റിമേറ്റ്, ഒരു ഏകദേശ കണക്ക് അഥവാ എസ്റ്റിമേറ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ബൈ 1878 അറൌണ്ട് 2 മില്യൺ സ്ലീപ്പേഴ്സ് ഹാഡ് ബീൻ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേ ലൈൻസ്. റെയിൽവേ ലൈനുകളുടെ നിർമ്മാണത്തിന് വേണ്ടി 2 ദശലക്ഷം സ്ലീപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 2 മില്യൺ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം സ്ലീപ്പറുകൾ വേണ്ടി വന്നു എന്നാണ് അർത്ഥം. ഫോർ മേക്കിംഗ് സ്ലീപ്പേഴ്സ്. ഇനി സ്ലീപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മരങ്ങളോ ഡിയോഡർ, അതായത് ദേവദാരു, അതുപോലെ തന്നെ ഷോറിയ റോബസ്റ്റ എന്ന് പറയുന്ന സാൽമരം, ആൻഡ് ടീക്ക് ട്രീസ്, പിന്നെ തേക്ക് മരം ഒക്കെയാണ്. അല്ല, അതായത് നല്ല മരങ്ങൾ, ഇതിന്റെ മുന്തിയ ഇനത്തിൽപ്പെട്ട മരങ്ങൾ, നല്ല ഈടും ബലവും ഉറപ്പുമുള്ള മരങ്ങളാണ് ഈ റെയിൽവേ ഇരുമ്പ് പാളികളുടെ റെയിൽവേ ട്രാക്കിന്റെ അടിയിലിട്ട് കൊടുക്കുന്ന സ്ലീപ്പർ പലകകൾ. കാരണം അത് വെയിലും മഴയും നിരന്തരമായി കൊള്ളാനുള്ളതാണ്. ഏതെങ്കിലും ഒരു അത്ര ഉറപ്പില്ലാത്ത മരം അതിന് ഉപയോഗിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പാർട്ട് ഫ്രം ഹൈ ലെവൽ ഓഫ് ഡിമാൻഡ്, വൻതോതിലുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്നത് കൂടാതെ ജനറേറ്റഡ് ബൈ റെയിൽവേസ്, റെയിൽവേ മരത്തിന്റെ ആവശ്യത്തിന് വലിയ ആവശ്യം ഉണ്ടാക്കി എന്നതും. വുഡ് വാസ് ഓൾസോ റിക്വയർഡ് ആസ് ഫ്യൂവൽ. അതുകൂടാതെ ഇന്ധനമായി കത്തിക്കാനും മരം ആവശ്യമായിരുന്നു. ഇൻ ഏരിയാസ് വേർ ദർ വാസ് നോ കോൾ ക്രൈസിസ് ഓഫ് സപ്ലൈ ഓഫ് ടിമ്പർ ലെഡ് ടു റെഗുലേഷൻ ഓഫ് ആക്സസ്. അതായത് കൽക്കരി ഇല്ലാത്ത പ്രദേശങ്ങളിൽ മരമായിരുന്നു അവിടെ ഇന്ധനമായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. സോ ക്രൈസിസ് ഓഫ് സപ്ലൈ ഓഫ് ടിമ്പർ. അപ്പോ ഈ മരത്തടി സപ്ലൈ ചെയ്യുന്നതിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് വിച്ച് ലെഡ് ടു റെഗുലേഷൻ ഓഫ് ആക്സസ് ടു ഫോറസ്റ്റ് ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. വനങ്ങളിലെ എല്ലാവർക്കും സമീപനം, പ്രവേശനം നിയന്ത്രിക്കുന്നതിന്റെ കാരണമായി. കാരണം വനങ്ങളിൽ എല്ലാവരെയും അങ്ങനെ ഫ്രീ ആയിട്ട് കയറ്റിയാൽ തീർച്ചയായിട്ടും അത് വനത്തിന്റെ വിഭവങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നതുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എല്ലാവരും വനത്തിൽ കയറ്റാതായി. എല്ലാവർക്കും ആക്സസ് നിഷേധിച്ചു. അതിൽ നിയന്ത്രണങ്ങൾ, റെഗുലേഷൻസ് കൊണ്ടുവന്നു. മാത്രമല്ല ഫോറസ്റ്റിന്റെ കൺസർവേഷന് വേണ്ടി പുതിയ നിയന്ത്രണങ്ങൾ, റെഗുലേഷൻസ് കൊണ്ടുവന്നു. 1830s ഓൺവേർഡ്സ്, 1830കൾക്ക് ഇങ്ങോട്ട് നമ്പർ ഓഫ് സയന്റിഫിക്കലി ഓറിയന്റഡ് ഒഫീഷ്യൽസ് ഉണ്ട്. അതായത് ശാസ്ത്രീയമായി പരിശീലിപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൂടി വനപാലകരായ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം ഗ്രൂ ഇൻ ഇന്ത്യ, വളർന്നു. ബ്രിട്ടൻ ആൻഡ് അതർ പ്ലേസസ് ഇൻ ദ വേൾഡ്. ഇത് ബ്രിട്ടനിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെ സയന്റിഫിക്കലി ട്രെയിൻ ചെയ്യിപ്പിച്ച വനപാലകരുടെ എണ്ണം കൂടി. ചുരുക്കി പറഞ്ഞാൽ റിസർച്ച് പബ്ലിക്കേഷൻസ് ഇൻക്രീസിംഗ്ലി ഫോക്കസ്ഡ് ഓൺ. പലപ്പോഴും റിസർച്ച് പബ്ലിക്കേഷനുകൾ വൻതോതിൽ ഫോക്കസ് ചെയ്ത് എന്താണ്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ബൈ ഹ്യൂമൻ ആക്ഷൻസ്, മനുഷ്യന്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി അപജയത്തിനാണ് ഫോക്കസ് കൊടുത്തത്. ദീസ് ഇൻക്ലൂഡഡ്, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഡീഫോറസ്ട്രേഷൻ, ഫ്രീക്വന്റ് ഫാമിൻസ്, വനം വെട്ടിത്തെളിക്കല്, നിരന്തരമായ പട്ടിണി, എപ്പിഡമിക്സ് ഫ്രം വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷനിൽ നിന്നും എയർ പൊല്യൂഷനിൽ നിന്നുമുള്ള സാംക്രമിക രോഗങ്ങൾ, ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി പ്രധാനമായിട്ട് റിലേറ്റിംഗ് ടു കമ്പനീസ് പൊളിറ്റിക്കൽ പോളിസീസ്, പ്രധാനമായിട്ട് കമ്പനിയുടെ നയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദാറ്റ് വർ റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് അഡ്വേഴ്സ് ഇഫക്ട്സ്. അതായത്
ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കിയതിന് കാരണം കമ്പനിയുടെ നയങ്ങളും കൂടിയായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ ജലമലിനീകരണം, വായു മലിനീകരണം, സാംക്രമിക രോഗങ്ങൾ, നിരന്തരമായ ക്ഷാമം, വനം വെട്ടിത്തെളിച്ചത്, ഇങ്ങനെയൊക്കെ കൂടാതെ കമ്പനിയുടെ നയങ്ങളും കൂടി ഇത്തരത്തിൽ അഡ്വേഴ്സ് ഇഫക്റ്റിന് കാരണമായി എന്നാണ് പറയുന്നത്. എമംഗ് റാഷണൽ സൊല്യൂഷൻസ് ടു ഹാർനസ് ഇന്ത്യാസ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സസിനെയും പ്രകൃതി വിഭവങ്ങളെയും മനുഷ്യ വിഭവത്തെയും ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് പിടിച്ചു നിർത്തുന്നതിന്, ഹാർനസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രിച്ച് പിടിച്ചു നിർത്തുക. വാസ് അപ്പോയിന്റ്മെന്റ് ഓഫ് കൺസർവേറ്റേഴ്സ് റിസോഴ്സസ് വാസ്, അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്, അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ അപ്പോയിന്റ്മെന്റ് ഓഫ് കൺസർവേറ്റേഴ്സ് ഇൻ ഡിഫറെന്റ് പ്രസിഡൻസീസ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ പല പല പ്രസിഡൻസികളിൽ ഈ മരങ്ങളെയും വനങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ തയ്യാറുള്ള കൺസർവേറ്റർ, വനപാലകരും സംരക്ഷകരുമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സ്കോട്ടിഷ് സർജൻ അലക്സാണ്ടർ ഗിബ്സൺ വാസ് അപ്പോയിന്റഡ് ആസ് ബോംബെ പ്രസിഡൻസീസ് അപ്പോയിന്റഡ്. അതായത് സ്കോട്ടിഷ് ഒരു സർജനായിരുന്ന അലക്സാണ്ടർ ഗിബ്സൺ, അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തു ബോംബെ പ്രസിഡൻസിയിലെ ആദ്യത്തെ കൺസർവേറ്റർ ആയിട്ട്, വനങ്ങളുടെ സംരക്ഷകനായിട്ട്. 1847 ഈ സംഭവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സിമിലർലി ഇൻ മദ്രാസ് പ്രസിഡൻസി, ഡോക്ടർ ഹൂഗ് ക്ലെഗോൺ വാസ് അപ്പോയിന്റഡ് ആസ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഇൻ 1856. 1856 പ്രസിഡന്റ് ഹൂഗ് ക്ലെഗോണും അപ്പോയിന്റ് ചെയ്യപ്പെട്ടു വന സംരക്ഷകൻ ശാസ്ത്രജ്ഞനായിട്ട്. പ്ലേയിങ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോറസ്ട്രി ഇൻ ദയർ കൺസർവേഷൻ, ഇവരുടെ സംരക്ഷണത്തില് വനവൽക്കരണത്തിന് ഫോറസ്ട്രിക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് കൺസർവേഷൻ എഫേർട്സ് ദേ വെന്റ് ബിയോണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ടിംബർ ടു ഡ്രോ അറ്റൻഷൻ ടു കണക്ഷൻ ബിറ്റ്വീൻ ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഡ്രോട്ട്. അവർ വെറും തടി വെട്ടിയെടുക്കുന്നതിൽ മാത്രമല്ല, വെട്ടിയെടുക്കാതെ തടയുക എന്നുള്ള കാര്യം മാത്രമല്ല, മറിച്ച് വനവൽക്കരണവും വരൾച്ചയും തമ്മിൽ ബന്ധമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് പോലും അവർ പഠിക്കാൻ തുടങ്ങി. അവരൊക്കെ സയന്റിസ്റ്റുമാരാണ്. അവർക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പർമെന്റുള്ള ആൾക്കാരായിരുന്നു എന്നർത്ഥം. ദേ എംഫസൈസ്ഡ് ഓൺ പ്രൊട്ടക്ടിങ് ഫോറസ്റ്റ് ടു പ്രിവെന്റ് ഡ്രോട്ട്സ്. ഇന്ത്യയിൽ വരൾച്ച ഉണ്ടാകാതിരിക്കണമെങ്കിൽ, അതിനെ തടയണമെങ്കിൽ വനങ്ങൾ സംരക്ഷിക്കണം എന്ന വാദമുഖത്തിൽ അവർ ഉറച്ചു നിന്നു. മെയിൻറ്റെയിനിങ് വാട്ടർ സപ്ലൈസ് ടു എൻഷുർ, ഇനി ജലത്തിന്റെ വാട്ടർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ, ടു എൻഷുർ സേഫ് ഗാർഡിങ് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി, കാർഷിക അഭിവൃദ്ധി സുരക്ഷിതമായി നിലനിർത്തണമെങ്കിലും തീർച്ചയായിട്ടും വാട്ടർ സപ്ലൈ നിലനിർത്തണമെങ്കിലും ഒക്കെ വനങ്ങളെ സംരക്ഷിച്ചേ മതിയാവും. ആൻഡ് പ്രോബ്ലം ഓഫ് സിൽറ്റേഷൻ ഇൻ റിവേഴ്സ് ആൻഡ് പോർട്സ്, നദികളിലും തുറമുഖങ്ങളിലും ഒക്കെ സിൽറ്റ് അഥവാ മേൽമണ്ണ് ഒഴുകി അടിഞ്ഞുകൂടി അത് ഒഴുകിപ്പോകുന്ന അവസ്ഥ, അത് തടയുന്നതിനൊക്കെ വഴികൾ കണ്ടെത്തേണ്ടി വന്നു എന്നാൽ അതിന് ഒക്കെ പ്രാധാന്യം കൊടുത്തു. ദീസ് ലെഡ് ടു മോർ ഇൻട്രൂസീവ് ഗവൺമെന്റ് കൺട്രോൾ, കൂടുതൽ താഴേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഗവൺമെന്റ് നിയന്ത്രണങ്ങൾക്ക് കാരണമായി. ഓവർ ഫോറസ്റ്റ് ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് സിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാഷ് ആൻഡ് ബേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിത്തെളിക്കുക, കത്തിക്കുക, തീയിടുക എന്നുള്ള ഏർപ്പാട് വനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്നു. എന്നിട്ട് കൃഷി നടത്തുക, അതാണ് സിഡൻ എന്ന് പറയുന്ന ഓമന പേര്. ആ ഏർപ്പാടിനെ നിരോധിച്ചു നിയമം മൂലം. കാട് വെട്ടിത്തെളിച്ച് തീയിട്ടിട്ട് പിന്നെ കൃഷി ഇറക്കണ്ട, അങ്ങനെ ഒരു ഏർപ്പാട് വേണ്ട എന്ന് നിയമം കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. റെഗുലേഷൻസ് ഓഫ് ഫോറസ്റ്റ് അഫക്റ്റഡ് ട്രൈബൽസ്. അപ്പോൾ ചോദിക്കും, ഈ വനങ്ങളെ നിയന്ത്രിച്ചത് തീർച്ചയായിട്ടും അത് ഗോത്രവർഗ്ഗക്കാരെ ബാധിച്ചു? തീർച്ചയായും ബാധിച്ചു. ഇന്ത്യയിലെ കാടുകളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ അത് നന്നായി ബാധിച്ചു എന്ന് നമുക്കറിയാം. ലിവിങ് ഇൻ ആൻഡ് അറൗണ്ട് ദം ഹൂ ഹെൽഡ് ഫോറസ്റ്റ് ആസ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സ്. കാരണം ട്രൈബൽസിനെ സംബന്ധിച്ച് അത് പൊതു സ്വത്താണ് വനം എന്ന് പറയുന്നത്. അവരങ്ങനെയാണ് കണക്കാക്കിയത്. സബ്സിസ്റ്റഡ് ബൈ കളക്ടിങ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. വനത്തിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു കൊണ്ടാണ് അവർ പലപ്പോഴും അവരുടെ ഉപജീവനം, സബ്സിസ്റ്റൻസ് കഴിഞ്ഞിരുന്നത്, നിത്യവൃത്തി കഴിഞ്ഞിരുന്നത്. ആൻഡ് പ്രാക്ടീസ്ഡ് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. പരമ്പരാഗതമായ കൃഷി രീതിയോ അല്ലെങ്കിൽ ഒരു ഇടത്ത് നിന്ന് വേറൊരു ഇടത്തേക്ക് കൃഷി ഭൂമിയെ മാറ്റിക്കൊണ്ടുള്ള കാർഷിക രീതിയോ ആണ് അവരെ പിന്തുടർന്നു പോകുന്നത്. ജസ്റ്റ് known in Tamil as കൊത്തുകാടു ആൻഡ് സ്വിഡൻ അഗ്രികൾച്ചർ ഇൻ കൂർഗ് ഏരിയ. കൊത്തുകാടു എന്നും കൂർഗ് പ്രദേശത്ത് ഇതിനെ സിഡൻ അഗ്രികൾച്ചർ എന്നും പറയും. കർണാടകയിലാണ്.